ഒരു ടെസ്റ്റ് ഡ്രൈവ് മാമാക്ക് ഡോർ അടിക്കുന്നില്ലേ അർജന്റ് വന്നു അതല്ലേ പ്രശ്നമായത്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അത് എക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, ഇത് ഗിയർ. ഓക്കെ ഓൾറെഡി ഓക്കെ ഓക്കെ പോവല്ല വണ്ടി. നല്ല വണ്ടി. ഹലോ ഗൈസ്, പുതിയ വണ്ടി എടുത്തിട്ട് മാമാക്ക് വണ്ടി കാണിച്ചിട്ട് അങ്ങനെ മാമേന്റെ അടുക്ക് പോകുന്നുള്ളത്. നമ്മ ഓസിൽക്ക് ഫോണിൽ ഒമ്പേ വിട്ടിട്ട് ഒരു കളിയില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് സാധനം വാങ്ങാൻ വേണ്ടിട്ട് വണ്ടി നിർത്തി. ഓസിൽ എന്റെ മേലിട്ട് കളിക്കുന്നുണ്ട്, സീറ്റ് ബെൽറ്റ് എല്ലാം വലിച്ചിട്ട്. ഒരു നല്ല പാങ്ങൻ എന്റെ മേലിട്ട് കളിക്കാനാണ്, ചിക്ലിയാക്കാനല്ല. കുറെ നേരം കളിപ്പിക്കാൻ വിട്ടിട്ടാണ്. ഇങ്ങനെ സാഹചര്യം എപ്പോഴും ആരും ഇങ്ങനെ കടത്തി കളിപ്പിക്കുന്ന അങ്ക് ടൈം വേണ്ട. എന്തുവാട്ട് ചെല്ലി തോന്നി മനസ്സിലായി തോന്നുന്നു. ചിരിച്ചു മല്ല രണ്ട് പല്ലും കാണിച്ചു. മാമൻ എടുക്ക് എത്തിയത് എല്ലാം 4 സൈഡിലേക്ക് ഇഞ്ഞോനെ മാത്രം എടുത്തിട്ടായിരുന്നു. ചേട്ടാ ആളിറങ്ങാണ്ട്, ഒരാളും കൂടി ഇറങ്ങാനുണ്ട്. അപ്പോഴേക്ക് ഉമ്മോനെ പറക്കിട്ട് കൊണ്ടുപോയി. ഇല്ല മോനോട് ബാക്കിയാട്ടി. ആടത്തെ പാട് കാക്കയിൽ കോയി ഇറക്കാനുണ്ട്. സന്തോഷമായി. അപ്പൊ കാക്കയിൽ നീ അല്ല ഉസ്താർക്കും, നീ പിടിച്ചാൽ മതി. ഓക്കെ, ഇതൊന്നും നമുക്കൊരു പുത്തിരല്ല എന്നിട്ട് ഞാൻ കോയി മേങ്ങാൻ നോക്കിയല്ല. അപ്പൊ കാക്കയിൽ കാല് പിടിക്കണോ? കാല് പിടിക്കാന്ന് കാല ഞാൻ ആരെ കാല് പിടിച്ച് ശീലമില്ല. അല്ല കോയിന്റെ കാല് പിടിക്കില്ല, കൊത്തുന്നില്ല. അങ്ങനെ കോയിന്റെ കാല് പിടിക്കേണ്ടി വന്നു. ലാസ്റ്റ് ക്യാമറമാനോട് ടാറ്റാക്കി. ചെല്ലിട്ട് ടാറ്റാക്കണ്ടി. ഇപ്പൊ എന്നെ കുത്തി ഇറക്കിയല്ല ടാറ്റാക്കിട്ട്. ഇത് സ്ലോ മോഷൻ ആക്കിയിട്ടാണ് പണ്ട് വീഡിയോ എല്ലാം തൂട്ട് നേരത്തെ. ഇതിന്റെ സ്ലോ മോഷൻ ആക്കിയ പാട്ട് ഇട്ടിട്ടുള്ള വീഡിയോ ഉണ്ട്. സിംഗർ ആ ജസീർ. ഇപ്പൊ അത് ആ പാട്ട് ഇട്ടിട്ടില്ല, കാര്യമാക്കിയാണ്. ആ പാട്ടിന് പറ്റിയ കോയാണ്. പിന്നെ എന്താക്കിയാൽ നറുക്കേണ്ടി വന്നില്ലേ. 2-3 വീഡിയോ എടുക്കട്ടി. അങ്ങനെ കാക്കാട് കോയിന്റെ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ട് വന്നു. എത്ര വയസ്സായി കോയിക്കുന്നല്ലോ. എന്ത് ചെല്ലെങ്കിലും മറ്റേ കോയി പോലെയല്ല. ഈ പോറ്റുന്ന കോയി ഇറക്കുമ്പോൾ ഒരു ബേജാർ തന്നെ. കാക്കൊക്കെ ഒരു ബേജാറായി. അങ്ങനെ കാക്ക നോക്കിയിട്ട് ഇറക്കും തോന്നുന്നു. അങ്ങനെ കോയിനെ പിടിക്കേണ്ട എങ്ങനെ നല്ല ദിവസം പറഞ്ഞു വന്നു. നമുക്ക് അറിയോ അന്നെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് കോയിനെ ഇറക്കുമ്പോൾ ഒരു ബേജാറുണ്ടായി അതിന്റെ പെടയെല്ലാം കാണുമ്പോൾ. അങ്ങനെ കോയി മരിച്ചു ഗൈസ്. പക്ഷെ ഞാൻ കോയിന്റെ നാടൻ കോയിന്റെ കറി ഇതൊന്നും കൂട്ടാല. എനിക്ക് ഭയങ്കര ബേജാറാണ് സംഭവം. നാടൻ കോയി വെച്ചിട്ടുള്ള ഒരു പരിപാടിക്ക് ഞാൻ ഇല്ല. അതിന്റെ മുട്ട പോലെ ഞാൻ തിന്നാല, എനിക്ക് ബേജാറാവും. പക്ഷെ മറ്റേ കോയി എനിക്ക് പ്രശ്നമില്ല. അത് നമ്മൾ സാധാരണ തിന്നൊരു ശീലമായത്. എന്തുവാട്ടെ അങ്ങനെ കോയിനെ കൊണ്ട് നമ്മൾ പോകുന്നുണ്ട്. കോയിന്റെ തൊലി എടുത്തിട്ട് കറി വെക്കാൻ. കാക്ക നിങ്ങൾ കൈയടി, ഞാൻ പിടിക്കാൻ നേരത്തെ കോയിന് ഞാൻ മെല്ലെ മേങ്ങി. എന്തുമില്ല, ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മേങ്ങിയത്. അങ്ങനെ ചോരയിൽ കുളിച്ച കോയിന് ഞാൻ കൊണ്ടുവരുന്ന ഒരു വീഡിയോ കിട്ടി. അങ്ങനെ കോയിൻ എടുത്തോണ്ട് പോയി. നാടൻ കോയിന്റെ തൊലിക്ക് ഭയങ്കര ഉറപ്പായി. തൊലി വലിക്കാനും ഇതെല്ലാം അത് കാക്ക മാമല്ല ചെയ്തോളൂ. ഇനി അമ്മ വന്ന കാര്യത്തിലേക്ക് കിടക്കും. മാമാക്ക് വണ്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ വന്നത്. അതിന്റെ ഷോർട്സും കാര്യമെല്ലാം ഇട്ടിന്. മാമ വണ്ടി കണ്ടപ്പോൾ സർപ്രൈസ് ആയ ഒരു സംഗതിയെല്ലാം ഉണ്ടായി. മാമാക്ക് ഭയങ്കര സന്തോഷമായി. വണ്ടിയെല്ലാം കണ്ടിട്ടില്ല, ഹാപ്പിയായി. ഇതിന്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആക്കി ഇട്ടിന്. എല്ലാവർക്കും നല്ല അഭിപ്രായം, നല്ല ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. മാമ പുതിയ വണ്ടിയിലിരുന്ന് മാമക്ക് സന്തോഷമായി. വണ്ടി ഓട്ട് നല്ല കേട്ട് ഞാൻ. പക്ഷെ മാമക്ക് വണ്ടി ഓട്ട് അറിയാല. മാമ പിന്നെ പിള്ളേരെല്ലാം വിളിക്കുന്നു, ബാബാ ഇരിക്കുന്ന നിലയിലിട്ട്. പിള്ളേർ വന്നിട്ടാ. അങ്ങനെ മാമ ഓരോന്ന് ചെല്ലിട്ട് ചിരിക്കാൻ തുടങ്ങി. ചിരിച്ചെങ്കിൽ പിന്നെ നിർത്തുന്ന. അങ്ങനെ ഒരു ടെസ്റ്റ് ഡ്രൈവ് എല്ലാം പോവാന്ന് ചെല്ലി മാമാട് വണ്ടിയിൽ ഇരിക്കാൻ ചെല്ലി. ഫ്രണ്ട് സീറ്റിൽ നല്ല വിറ്റുണ്ട്. ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന് എന്നിട്ട് മാമാനോട് വന്നു വണ്ടി എടുക്ക് പോവാന്ന്. പാപ്പ മാമക്ക് ആ ഡോർ പോലും അടിക്കാറിഞ്ഞില്ല. അത് ഞാൻ ചെല്ലിട്ട് അടുപ്പിച്ചത്. പക്ഷെ നല്ല സന്തോഷമായിരുന്നു മാമ കുഞ്ഞമ്മക്കല്ലോ. കാരണം മാമ ഫസ്റ്റ് ഇങ്ങനെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് കണ്ടത് വണ്ടി ഓട്ടുന്ന പോലെ ഇരുന്നിട്ട്. അത് എക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, ഇത് ഗിയർ. ഓക്കെ ഓൾറെഡി ഓക്കെ ഓക്കെ പോവല്ല വണ്ടി. കണ്ടല്ലോ, ഇതാണ് സംഗതി. ഞാൻ ഓർണ അടിക്കാൻ ചെല്ലിട്ട് കൊടുത്തിന്. അത് ഓർണ അടിച്ചിട്ടില്ല. അത് മാത്രം അറിയൂ. എന്തെങ്കിലും മാമക്ക് നല്ല പാങ്ങായി, നല്ല ഇഷ്ടപ്പെട്ടു വണ്ടി. അത് മാമ പറഞ്ഞു നല്ല പാങ്ങുണ്ട് വണ്ടീനെ പറ്റി എന്ത് പറയാ, അടിപൊളിയല്ല. അങ്ങനെ അമ്മ, ഞാനും ഉമ്മ, അനിയനും, മാമ, കാക്ക എല്ലാവരും കൂടി ഒരു ഫാമിലി ഫോട്ടോ എല്ലാം എടുത്ത്. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് അമ്മ നേരെ പോയി. അപ്പൊ അടുത്ത വീഡിയോയിൽ ഓക്കെ ബൈ.